നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്ന ആളുടെ കണ്ണടയിൽ ക്യാമറ ഉണ്ടെങ്കിലോ, നമ്മളറിയാതെ നമ്മുടെ വിവരങ്ങൾ അദ്ദേഹം ചോർത്തുന്നെങ്കിലോ, ഡൽഹി പോലീസ് ചെയ്ത പണിയതാണ്. അജ്ന ലെൻസ് ഉപയോഗിച്ച് സമരത്തിൽ പങ്കെടുത്ത ആയിരക്കണക്കിന് ആളുകളുടെ ബയോമെട്രിക് വിവരങ്ങൾ ചോർത്തിയെടുത്തു. ഇക്ഷാന എന്നുള്ള വെഹിക്കിൾ അതിനുവേണ്ടി ഉപയോഗിച്ചു. ഇതിനെതിരെയാണ് ഞാൻ സുപ്രീം കോടതിയിൽ പോയത്. എന്റെ അഡ്വക്കേറ്റ് ഉണ്ട് കൂടെ പ്രിയപ്പെട്ട സുഭാഷ് ചന്ദ്രനുണ്ട്. സുഭാഷിന്റെ നിയമപരമായ വശങ്ങൾ നമുക്ക് സംസാരിക്കാം. ഇത് 80% മാത്രം ആക്യുറേറ്റ് ആവുന്ന ഒരു ഡാറ്റ ഉപയോഗിച്ചുകൊണ്ട് ലോകവ്യാപകമായി വിവിധ യൂറോപ്യൻ രാജ്യങ്ങൾ ഉൾപ്പെടെ നിരോധിച്ച ഫേഷ്യൽ റെക്കഗ്നിഷൻ ടെക്നോളജി എന്ന് പറഞ്ഞ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഡൽഹി പോലീസ് സമരക്കാരെ ഈ പറയുന്ന ഒരു സ്ഥിരം കുറ്റവാളികൾ എന്ന രീതിയിൽ അല്ലെങ്കിൽ ക്രിമിനൽസ് എന്ന് ബ്രാൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഇത് സ്വാഭാവികമായും ഭരണഘടനാ ലംഘനമാണ്. ഭരണഘടനയുടെ 14, 19, 21 അനുച്ഛേദങ്ങളുടെ ലംഘനമാണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ സുപ്രീം കോടതി പുട്ടസ്വാമി കേസിന്റെ നഗ്നമായ ലംഘനമാണ്. പുട്ടസ്വാമി കേസിന്റെ നഗ്നമായ ലംഘനമാണ്. അതോടൊപ്പം തന്നെ ഒരു പൊതു സ്ഥലത്ത് നിങ്ങൾ സ്വകാര്യതയുണ്ടോ, സമരരംഗത്ത് നിങ്ങൾ സ്വകാര്യതയുണ്ടോ എന്നുള്ള ഒരു വലിയ ചോദ്യമാണ് ഈ കേസിലൂടെ നമ്മൾ മുന്നോട്ട് വെച്ചത്. സമരം ചെയ്യാനും സംഘടിക്കാനുള്ള അവകാശം ഭരണഘടന നൽകുന്നുണ്ട്. പക്ഷേ അവിടെ പോയാൽ നമ്മളെ ഡിജിറ്റലി പിന്തുടരുന്നു. ഇതൊരു പോലീസ് സ്റ്റേറ്റാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടക്കുന്ന സമയത്ത് അതിന് നിയമപരമായി നേരിടാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്. നമ്മുടെ സ്വകാര്യത നമ്മുടെ അവകാശമാണ്. അതിനുമേൽ കയറാൻ ഒരു മോദിക്ക് അവകാശമില്ല. നമ്മുടെ സമരം ചെയ്യാനുള്ള അവകാശവും ഭരണഘടന നൽകുന്ന അവകാശമാണ്. റഹീം സാറേ, ഇത് നല്ലത് തന്നെയാണ്. പക്ഷേ ഒരു കാര്യം നമ്മൾ മറക്കരുത്. കാരണം കേരളത്തിൽ മുഴുവനും ക്യാമറ വെച്ച് നിയമലംഘനം പിടിക്കാനായിട്ട് ഇവിടുത്തെ ജനങ്ങളെ പൊറുതിമുട്ടിച്ചത് ഇവിടുത്തെ കഴിഞ്ഞുപോയ പിണറായി സർക്കാരാണ്. ആ പിണറായി സർക്കാരിൻ്റെ പാർട്ടിയുടെ പ്രതിനിധിയാണ് താങ്കൾ. അതുപോലെ തന്നെ നമ്മുടെ ശബരിമല യുവതി പ്രവേശന സമയത്ത് ശബരിമലയിലും മറ്റ് ഭാഗങ്ങളിലും ഭക്തന്മാർ വരുന്ന സ്ഥലങ്ങളിൽ ക്യാമറ വെച്ച് അതുപോലെ തന്നെ പോലീസ് ഫോട്ടോയും എടുത്ത് നിരവധി കേസുകൾ എടുത്തിട്ടുണ്ട്. അവിടെയും ഇതെല്ലാം ബാധകമല്ലേ? അതുപോലെ തന്നെ നമ്മളൊരു നിലപാട് എടുക്കുമ്പോൾ അതിൻ്റെ എല്ലാ നിയമവശങ്ങളും എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കണം. ഒരു നിലപാടും രണ്ട് നിയമങ്ങളും അതൊരിക്കലും ശരിയുള്ള കാര്യമല്ല.